ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വെനസ്ഡേ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ട്യൂസ്ഡേ തന്നെ രാവിലത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 10 മണിക്ക് ശേഷമുള്ള ഇന്നത്തെ റൊട്ടീനാണ് കേട്ടോ. ഇന്നൊരു ക്ലീനിങ്ങും അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കിച്ചണാണ് ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. കിച്ചണിൽ നമ്മുടെ ഈ പാൻട്രി ഷെൽഫ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യണം. ഞാനിതിങ്ങനെ മന്ത്ലി ചെയ്യാറുണ്ട്, അതും കൂടി കാണിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയും കൂടി സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഐശ്വര്യ നിജേഷാണ് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ മുന്നേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ആ കുട്ടി ഇങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു ഇതൊന്ന് പറയണേന്ന്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു 90s കാലഘട്ടത്തിലെ കുട്ടികളെ പോലെയല്ല, നമ്മളെപ്പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ. ഇന്നത്തെ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം അല്ലേ. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫോണിൻ്റെ അധിക ഉപയോഗം തന്നെയാണ്. നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലൊന്നും ഫോണിൻ്റെ ഇത്രയും ഉള്ളൊരു മാസമായിട്ടുള്ളൊരു ഉപയോഗമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺമുന്നിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ കുഞ്ഞു മക്കളാണെന്ന് കരുതിയിട്ട് നമ്മളിൽ പലരും വലിയ ആൾക്കാർ തന്നെയാണ് വീട്ടിനകത്ത് പല കാര്യങ്ങളും കുട്ടികളുടെ മുമ്പിൽ കാണിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ കണ്ട് ശീലിച്ച് അതിൽ ശരിയും തെറ്റും ഏതാണെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ ആയി പോകും. ഇന്നത്തെ കാലത്ത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ബോധവൽക്കരിക്കേണ്ടത് അമ്മമാരാണെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ അവർ പോകുന്ന സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഒക്കെ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഭാവിയിൽ എന്തിനോടും നോ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തക്ക രീതിയിൽ നമ്മൾ അവരെ പ്രിപ്പയർ ആക്കി എടുക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അമ്മമാർക്കാണ് കൂടുതലായിട്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ കമന്റ് അയച്ചിരുന്ന ഐശ്വര്യ എന്നോട് പറഞ്ഞത്, ജോലിക്ക് പോകുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളെ വീട്ടിലൊക്കെ ആക്കിയിട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാണ് കുട്ടികളത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത്, എനിക്ക് ഒരു അറിവായ പ്രായം മുതലേ എനിക്ക് എൻ്റെ അച്ഛനാണ് അന്നത്തെ കാലത്തെ ഇതെല്ലാം പറഞ്ഞു തന്നത്. അത് വളരെ മാന്യമായ ഭാഷയിലും അതുപോലെ തന്നെ നല്ല വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നത്. എനിക്ക് അന്ന് അച്ഛൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്നും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. നമ്മളിൽ പലരും അങ്ങനെ ആയിരിക്കാം അല്ലേ, നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന് കേട്ട് വന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾ വലുതായതിനു ശേഷം ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കരുത്. ചെറിയ പ്രായത്തിലെ അവർക്കൊന്ന് അറിവാവുന്ന പ്രായം മുതലേ നമ്മൾ അവരെ അത് പറഞ്ഞ് ശീലിപ്പിക്കേട്ടാ. അതാണ് വേണ്ടത്. അല്ലാതെ കുട്ടികൾ ചെറുതാണല്ലോ, അവർക്കൊന്നും അറിയില്ലല്ലോ, ഇപ്പോഴേ എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചിന്തിക്കരുത്. കുറച്ച് പ്രായം കുറവാണെങ്കിൽ ഒരു 1-2 വയസ്സൊക്കെ ആവുമ്പോൾ തന്നെ ചെറിയ ചെറിയ രീതിയിൽ കുട്ടികളുടെ ഏജിനനുസരിച്ച് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കുറേ കൂടി വലുതാവുമ്പോൾ അതിൻ്റെതായ രീതിയിൽ മെച്ചോർഡായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ലൈഫ് ലോങ് നമ്മളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ട്. നിങ്ങളെ എങ്ങനെയാണ് മറ്റൊരാൾ സ്പർശിക്കേണ്ടത്, അല്ലെങ്കിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളൊരു മനോധൈര്യം നമ്മൾ അമ്മമാരല്ലെങ്കിൽ അച്ഛന്മാർ അവരെ അതിന് പ്രാപ്തരാക്കുക. പിന്നെ പലർക്കും നാണക്കേടായിരിക്കും അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളോട് എങ്ങനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരത് എങ്ങനെ എടുക്കും എന്നുള്ള രീതിയിൽ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയില്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ ഒട്ടും നാണക്കേടാണ് അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിംഗ് നേടുക. അപ്പോൾ ഇത് എങ്ങനെയാണ് പറഞ്ഞ് മക്കളെ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരും, പാരൻസിന് പറഞ്ഞു തരും കേട്ടോ. ആ ഒരു രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ബാഡ് ടച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആദ്യമേ തന്നെ. ഗുഡ് ടച്ച് എന്ന് പറയുന്നത് നല്ല സ്പർശം, ബാഡ് ടച്ച് എന്ന് പറയുന്നത് മോശം സ്പർശം. ഇത്
വളരെ പ്രധാനമായിട്ടും കുട്ടികളെ പഠിപ്പിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന് കരുതിയിട്ട് ഒരിക്കലും അവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ആശയക്കുഴപ്പത്തിലാക്കാനോ ഒന്നും പാടില്ല. നമ്മൾ അതിൻ്റെ കാര്യങ്ങളാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ഏജിനനുസരിച്ച്. അല്ലാണ്ട് അവരെ ഭയങ്കരമായിട്ട് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളും ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ലളിതമായ ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. നിങ്ങളുടെ കുട്ടികളെ നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ സ്നേഹത്തോടു കൂടി ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. അതുപോലെ തന്നെ നല്ല സ്പർശം എന്ന് പറയുന്നത് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് സന്തോഷവും സുരക്ഷിതത്വവും തോന്നുന്ന സ്പർശമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇപ്പോൾ നല്ല സ്പർശം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മമാര് കുഞ്ഞുങ്ങളെ തലോടുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും അല്ലേ. ഇപ്പോൾ ഇവിടെ എൻ്റെ ആമിയൊക്കെ ജനിച്ചതിന് ശേഷം വളരെ ചെറുതായിരുന്ന സമയത്ത് പോലും പുറത്തുനിന്ന് ആരെങ്കിലും അവളെ ആവശ്യമില്ലാതെ നോക്കുകയോ അല്ലെങ്കിൽ എടുക്കാനോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അനുവദിക്കത്തില്ല. എന്നെക്കാളും എൻ്റെ ഹസ്ബൻഡാണ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അനാവശ്യമായിട്ട് കുട്ടികളുടെ ദേഹത്ത് നമ്മൾ തൊടാതിരിക്കുക ആദ്യമേ തന്നെ. അത് വേണം ചെയ്യാനായിട്ട്. ഒത്തിരി പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു യാത്ര പോകുന്ന സമയത്താണെങ്കിൽ പോലും സ്ട്രേഞ്ചേഴ്സിൻ്റെ മക്കളെ കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നിയിട്ട് നമ്മൾ എടുക്കാനും പിടിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ പോകുമല്ലേ. അതൊക്കെ ഒരു തെറ്റായൊരു കാര്യമാണെന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിൽ നിന്നാണ് പഠിച്ചത് കേട്ടോ. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ഓരോ കുട്ടികൾക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. അവരുടെ പാരൻസ് കൂടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുട്ടികളോട് ആവശ്യമില്ലാതെ അറിയാത്ത ആളുകളുടെ കുട്ടികളെ അങ്ങനെ പോയിട്ട് നമ്മൾ ഇടപെടാനായിട്ട് പോകരുത്. അത് പാരൻസിനും ഭയങ്കരമായിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾക്കും അതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. ഞാനിവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ നമ്മളും പ്രാക്ടീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ അച്ഛനാണെങ്കിലും അനാവശ്യമായിട്ട് മറ്റുള്ള ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും ആവശ്യമില്ലാതെ എടുക്കാനോ അങ്ങനെ താലോലിക്കാനോ ഒന്നും പോകത്തില്ല. അപ്പോൾ അതൊരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരും അതൊക്കെ കുറേ ശ്രദ്ധിക്കണം. കുട്ടികളെ മാത്രം നമ്മളെപ്പോഴും പഴിചാരിയിട്ട് കാര്യമില്ല അല്ലേ. പിന്നെ ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അസ്വസ്ഥതയോ ഭയമോ തോന്നുന്ന സ്പർശമാണെന്നും പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളൊക്കെ കാണിച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അവർക്ക് മനസ്സിലാവും. ഇത് നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി നമ്മൾ ഇതിനെക്കുറിച്ച് അവരെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ മസ്റ്റായിട്ടും പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈവറ്റ് പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കട്ടോ. മിക്ക പാരൻസും ചെയ്യുന്നൊരു തെറ്റാണ്. കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കാതെ വീട്ടിൽ നിർത്തിയേക്കും അല്ലേ. അടിവസ്ത്രം പോലും ഇടാതെ പല കുഞ്ഞുങ്ങളെയും ഇങ്ങനെ വിട്ടേക്കും. അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ ആമിക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലേ. അതും മാത്രമല്ല കുട്ടികൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് അലർജിയാണ് അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും പല അമ്മമാരും മക്കളെ ഡ്രസ്സ് ഇടിയിപ്പിക്കാതെ നടക്കുന്നവരും ഉണ്ട്. പെൺകുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളെയും ചേർത്താണ് പറയുന്നത്. ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും കുഞ്ഞു മക്കൾക്ക് എപ്പോഴും ഡ്രസ്സ് ഇട്ട് കൊടുത്തേക്കുക. പ്രത്യേകിച്ച് അടിവസ്ത്രം ഉൾപ്പെടെയുള്ള ഡ്രസ്സുകൾ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളത് കാണാത്ത രീതിയിൽ നടിച്ചു പോകരുത്. അപ്പോൾ കുട്ടിക്ക് നമ്മൾ പ്രൈവറ്റ് പാർട്സ് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ചെസ്റ്റ്, അതുപോലെ ഇടുപ്പിൻ്റെ താഴെ ഭാഗം, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സ്വകാര്യ ഭാഗങ്ങളാണെന്ന് കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ആ ഭാഗത്തൊന്നും ആരും തൊടാനായിട്ട് അനുവദിക്കരുതെന്നും കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. സ്വിമ്മിങ് ഏരിയ എന്നൊരു ആശയം നമുക്ക് വളരെ ഉപകാരപ്പെടും. സ്വിമ്മിങ് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് മറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് കുഞ്ഞു മക്കൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുഞ്ഞിന് സ്വിമ്മിങ് സ്യൂട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ വീഡിയോസൊക്കെ കുട്ടികൾ സ്വിമ്മിങ് സ്യൂട്ട് ഇടുന്ന വീഡിയോസൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക കേട്ടോ. ഇത്തരം പ്രൈവറ്റ് പാർട്സുകളിൽ മറ്റാരെയും തൊടാൻ അനുവദിക്കരുത് എന്നുകൂടി പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുക. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നോ ഗോ ടെൽ നിയമം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. ആദ്യം തന്നെ നോ പറയാനായിട്ട് പഠിപ്പിക്കുക. അതായത് ഒരാൾ നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ല, നോ, അരുത് എന്ന് പറയാനായിട്ട് പഠിപ്പിക്കുക. അത് ചെറിയ ശബ്ദത്തിലല്ല, വലിയ ശബ്ദത്തിൽ സ്വരം ഉയർത്തി തന്നെ പറയാനായിട്ട് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ നിന്ന് പോവുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്ന് നമ്മൾ മാറുകയാണ് വേണ്ടത്.
ടെൽ എന്ന് പറയും. ടെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പോയിട്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ പാരൻസ്, കുട്ടിയുടെ അച്ഛൻ, അമ്മ, ടീച്ചർ, ഇതുപോലെയുള്ള വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരോട് പോയി പറയാനായിട്ട് പറയുക. ഇതാണ് നോ ഗോ ടെൽ റൂൾ എന്ന് പറയുന്നത്. ഇത് മസ്റ്റായിട്ടും കുഞ്ഞിനെ ചെറിയ പ്രായത്തിലേ പറഞ്ഞ് അവരുടെ ബ്രെയിനിൽ അത് പഠിപ്പിച്ച് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കയറ്റി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ ഒരിക്കലും ആരെയും പേടിക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു നോ ഗോ ടെൽ റൂള് മൈൻഡിൽ തന്നെ ഉണ്ടായിരിക്കും. ശരീരത്തിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒരിക്കലും നമ്മൾ ഒളിപ്പിച്ചു വെക്കരുത്. ഓരോ ശരീരഭാഗത്തിന്റെയും ആവശ്യകത എന്താണ് എന്നുള്ളത് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. തീരെ കുഞ്ഞുമക്കൾക്കല്ല, കുറച്ചും കൂടി വലിയ പ്രായം ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ പല പാരൻസും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ ശരീരഭാഗങ്ങളെ എന്തെങ്കിലും ഒരു വട്ടപ്പേര് വെച്ച് വിളിക്കും അല്ലേ. അതായത് നമ്മൾ ആ ഒരു വ്യക്തമായ പേരിലല്ല ആ ഒരു ശരീരഭാഗത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ശരീരഭാഗം എന്താണോ അത് ആ രീതിയിൽ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ അവർ വലുതായി കഴിഞ്ഞാലും അവർക്ക് ആ ഒരു ഇൻസിഡൻറ്റ് നടന്നാൽ പോലും അത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ഇപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന വേറെ ആരോടെങ്കിലും ആണ് പോയി പറഞ്ഞെങ്കിലും അവർക്കത് അറിയില്ലല്ലോ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലും വന്ന് കുട്ടിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സീക്രട്ട് ആണെന്ന് പറയുകയാണെങ്കിൽ അത് ബാഡ് ടച്ച് ആയിരിക്കും എന്നും കൂടി മുൻകൂട്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതായിരിക്കണം കുട്ടിയുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ പ്രായത്തിലേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനോട് ചോദിക്കണം, ആരെങ്കിലും ബാഡ് ടച്ച് ചെയ്താൽ എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ കുട്ടിയെ കോൺഫിഡൻ്റ് ആയിട്ട് തിരിച്ച് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് പറയത്തക്ക രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. നമ്മളൊരു വിശ്വാസമായിട്ടുള്ള അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം പാരൻസ്. ഇപ്പോൾ കുഞ്ഞിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് കുഞ്ഞിന് ഉണ്ടായിരിക്കണം. അല്ലാതെ അവർ പേടിക്കാനായിട്ട് പാടില്ല. അയ്യോ അച്ഛൻ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അമ്മ എന്ത് വിചാരിക്കും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെങ്കിലും കൂടെ നിൽക്കുമോ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പേടി അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കരുത്. കുഞ്ഞ് എന്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ക്ഷമയോടെ കേൾക്കുക. ഒരിക്കലും അവരെ ശാസിക്കരുത് അല്ലെങ്കിൽ വഴക്ക് പറയരുത്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കുകയാണ് വേണ്ടത്. നമ്മൾ കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരും അല്ലേ. അതിപ്പോൾ നമ്മൾ വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരാൾ കേൾക്കാനിരുന്ന് നിന്നാൽ നമ്മുടെ പകുതി സങ്കടം മാറും അല്ലെങ്കിൽ പകുതി ടെൻഷൻ മാറും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും. അപ്പം അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം വ്യക്തമായിട്ട് കേൾക്കുക. അതിനുശേഷം വളരെ സമാധാനത്തിൽ അവരെ ആശ്വസിപ്പിക്കുക. ആശ്വസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അവരോട് വീണ്ടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പല പാരൻസും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ കുഞ്ഞുങ്ങളോടൊപ്പം. അതവർക്ക് ഒരു ആത്മവിശ്വാസം കിട്ടത്തില്ല, അവർ തെറ്റിലേക്ക് പോകും വീണ്ടും വീണ്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കണം. ആരെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അമ്മ കൂടെയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ കൂടെയുണ്ട്, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളൊരു കാര്യം എപ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവരും വിചാരിക്കും എനിക്ക് ആരുമില്ലല്ലോ, ഞാൻ ആരോട് പോയി പറയും എന്നുള്ളതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. നമ്മളെപ്പോഴും കുട്ടിയോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ റിയൽ ലൈഫിൽ പല സാഹചര്യങ്ങളും നമ്മളിൽ പലരും ഇങ്ങനെയുള്ളതൊക്കെ നേരിട്ട് വന്നിട്ടുള്ളവരായിരിക്കും അല്ലേ. അപ്പം നമ്മൾ പണ്ടത്തെ കാലത്താണെങ്കിൽ എനിക്കൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഒരു നോട്ടം കൊണ്ട് എതിരെ നിൽക്കുന്ന ആൾ ദഹിച്ചു പോകണം എന്നാണ് എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും, എനിക്കിപ്പോൾ 33 വയസ്സായി, ഇതുവരെയും ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊടാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു നോട്ടത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാവണം. നമ്മുടെ ഒരു നോട്ടത്തിൽ തന്നെ അവർ ദഹിച്ചു പോകണം എന്നാണ് എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നത് കേട്ടോ. അതിപ്പോൾ വലിയ ആളുകളാണെങ്കിലും ചെറിയ ആളുകളാണെങ്കിലും സെയിം പ്രായക്കാരാണെങ്കിൽ പോലും. അപ്പോൾ നമ്മുടെ അനുവാദമില്ലാതെ ആരും നമ്മളെ സ്പർശിക്കില്ല എന്നും കൂടി നമ്മുടെ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പോയിന്റ്സ്, ഞാൻ വിട്ടുപോയ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്ത ഐശ്വര്യയോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാൻട്രി ഷെൽഫ് ഫുള്ളായിട്ട് എടുത്ത് ഡീപ് ക്ലീനിങ് ചെയ്തു. പിന്നെ അവിടെയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ കോളിൻ യൂസ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്തിട്ട് ഒരു നനഞ്ഞൊരു ടവൽ യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്.
ചെയ്യുന്നത്. പിന്നെ ഈ ബോക്സുകളൊക്കെ ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കി വെച്ചാൽ മാത്രം മതി. കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, കാലിയായിട്ടുള്ള കുറേ ബോക്സുകളൊക്കെ. പിന്നെ ഇന്ന് കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓൾറെഡി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം തന്നെ. അപ്പോൾ അത് ഒന്ന് വലുതായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിങ്ങനെ ഡെയിലി കിച്ചണിലെ ഏതെങ്കിലും ഒരു പോർഷൻ ക്ലീൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിനുള്ളിലെ ഏതെങ്കിലും ഒരു റൂമോ ഹോളോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ആഴ്ച വിഷു ആണല്ലേ, അപ്പോൾ വിഷുവിന് മുന്നേ തന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മന്ത്ലി ഓരോ പോർഷനായിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം തന്നെ പല റൂമുകളും പല ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബോക്സുകളൊക്കെ എടുത്ത് കഴുകി വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം ചീര കിട്ടിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് പല ബോക്സുകളിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഐശ്വര്യയാണ് പറഞ്ഞത്, എന്നെ കണ്ടിട്ട് ഇതുപോലെ ചീരയൊക്കെ ഇപ്പോൾ മേടിച്ചിട്ട് ബോക്സിലാക്കി വെക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അതുപോലെ തന്നെ എൻ്റെ വ്ളോഗ് കണ്ടതിന് ശേഷമാണ് അവരും ഡയറ്റിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീരയൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ടാണ്. ചീര നമ്മുടെ ഡയറ്റിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് നമുക്ക് ദഹനശക്തിക്കാണെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള അയൺ, കാൽസ്യം ഇതൊക്കെ നമുക്ക് ചീരയിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ള ചീരയൊക്കെ ഇവിടെ നമുക്ക് കിട്ടാറുണ്ട്. ഏതെങ്കിലുമൊക്കെ മേടിച്ച് നമ്മൾ ഇങ്ങനെ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചിട്ട് ആഴ്ചയിൽ 5-6 ദിവസം ഇങ്ങനെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ടുപോയി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ബോക്സുകളിലാക്കി കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം അറിയാലോ, ഭയങ്കര ചൂടാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്കും ചൂടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ ഈ പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമ്മുടെ വീഡിയോയിൽ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 യൂട്യൂബേഴ്സിൻ്റെ വ്ളോഗൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്ന് കാണാനൊന്നും സമയം കിട്ടത്തില്ല, കാരണം എപ്പോഴും ജോലിയും തിരക്കുമായിരിക്കും. പിന്നെ കിട്ടുന്ന സമയത്തൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഒരുപാട് നേരം ഫോണിൽ നോക്കാനും പറ്റില്ല. അപ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിയുടെ സൈക്കിളും, പഴയ സൈക്കിളാണ്, പഴയതല്ല, കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പേ മേടിച്ചതാണ്. അതിപ്പോൾ അവൾക്ക് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അത് മേലെ ടെറസിലിട്ട് അങ്ങനെ വെള്ളവും മഴയും വെയിലും ഒക്കെ കൊണ്ട് അങ്ങനെ അത് നശിച്ചു പോയി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പഴയ സാധനങ്ങൾ എടുക്കുന്ന ആൾ വന്നപ്പോഴത്തേക്കും അതങ്ങനെ കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ എൻ്റെ പഴയ കുറേ ട്രൈപോഡുകളും കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിള് എല്ലാം കൂടി കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 300 രൂപയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇതിവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് വേറെ ഒരു സ്ഥലത്തും കൊണ്ടുപോയി ഉപേക്ഷിച്ച് കളയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൾ വന്നപ്പോഴത്തേക്കും പുള്ളിടയിൽ കൊടുത്തിട്ട് പൈസ മേടിച്ചത്. അപ്പോൾ അതൊക്കെ ഇന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കും, ഞങ്ങൾ പേസ്റ്റ് ബോർഡ് കവറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ കൊണ്ടുപോയി കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഞാനാണെങ്കിൽ കിച്ചണിലത്തേക്ക് വേണ്ടിയിട്ട് ഈ ഒരു സിലിക്കോൺ സ്പാച്ചുലയുടെ 5 എണ്ണം ഉള്ളൊരു സെറ്റാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു സംഭവം മേടിച്ചതിന് ശേഷം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിംഗ് ചെയ്യാനായിട്ട് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മുടെ കിച്ചണിൽ ഒരു ആസ്തെറ്റിക് ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് വെച്ചത്. മാത്രമല്ല എൻ്റെ അടുത്ത് ഇങ്ങനത്തെ തവികളും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് എന്തായാലും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. മീഷോ എന്നാണ് ഞാൻ എടുത്തത് കേട്ടോ. 270 മേലെ ആ ഒരു റേറ്റിനാണ് ആയിട്ടുള്ളത്. അതിലാണെങ്കിൽ ഒരു സ്പാച്ചിൽ അത് ഇങ്ങനെ ഒടിഞ്ഞു പോയതാണ് കേട്ടോ. ഞാൻ റിട്ടേൺ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. പിന്നെ റിട്ടേൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാമായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ കൊടുത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് നമ്മളിവിടെ സമയത്ത് ആളില്ലാന്നുണ്ടെങ്കിൽ വന്നെടുക്കുന്ന സമയത്ത് പിന്നെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനത് റിട്ടേൺ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു വൈറ്റ് കളറാണ്. എനിക്ക് അത് തന്നെയാണ് കിട്ടിയത്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളറുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ബോക്സിൽ വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് കൊണ്ടുവന്ന് കഴുകിയിട്ട് നല്ലോണം ഉണങ്ങിയിട്ട് മാത്രമാണ് ഇതിന് യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യമേ കഴുകിയിട്ട് കൊണ്ടുവന്ന് വെക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒന്ന് വെച്ച് നോക്കിയതാണ് കിട്ടിയ സ്ഥിതിക്ക്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് തവിയുടെ മോഡലുണ്ട്. പിന്നെ നമുക്ക് ചട്ടുകം പോലത്തെ ദോശ ഒക്കെ ഇളക്കാനുള്ളതുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള അതിൻ്റെ സ്പാച്ചുല മോഡലുണ്ട്. അപ്പോൾ നല്ല തിക്നെസ് ഉള്ള തടിയാണ് എൻ്റെ ഹാൻഡിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വെജ് ബിരിയാണിയാണ് ചെയ്തതെന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കൊണ്ട് അടുത്ത ഒരു ഓർഗനൈസർ വന്നിട്ടുണ്ട്
ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഇടയായിട്ട് കിച്ചണിലേക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഈ ഒരു വുഡൻ ഷെൽഫാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ്. ഞാനിങ്ങനെ മീഷോയിൽ കാണുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കി നോക്കി വെച്ചിരിക്കും. അപ്പോൾ ഇത് റേറ്റ് കുറയുന്ന സമയം നോക്കിയിട്ട് എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇരുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറൊരു മോഡലാണ് നോക്കി വെച്ചിരുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഇതാണ് ലാസ്റ്റ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. ഇതും 270 277 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് തന്നെ അവർ സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് സ്ക്രൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അതിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇസഡ് മോഡലിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നല്ലൊരു ആസ്തറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പിക്ചറൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 2 ഷെൽഫായിട്ടാണ് വരുന്നത്. താഴെയും മേലെയും ആയിട്ട് നമുക്ക് വെക്കാം. പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് പുതിയ സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പുതിയ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ കിച്ചണിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേക്കും. അപ്പോൾ എന്തായാലും ഞാനാണെങ്കിൽ ഇത് കൊണ്ട് വെച്ചതിന് ശേഷം എനിക്കൊരു ഡൗട്ട്, ഏത് സാധനങ്ങൾ ഇതിലോട്ടേക്ക് മാറ്റണം എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ അതിൻ്റെ മേലെ ടിഷ്യൂ പേപ്പർ വിരിച്ചു കൊടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് എല്ലാ ഷെൽഫിലും ഞാൻ സാധനങ്ങൾ വെക്കുകയുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, ഭരണികളുണ്ടല്ലോ, അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മൺപാത്രം മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ചട്ടി മേടിച്ചു എന്ന് പറഞ്ഞില്ലേ, മീൻ ചട്ടി മേടിച്ച അതേ കടയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഭരണിയൊക്കെ മേടിച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായി, 4-5 വർഷത്തോളമായി കേട്ടോ ഇത് മേടിച്ചിട്ട്. അപ്പോൾ ഇതുവരേക്കും ഒന്നും തന്നെ കേടായിട്ടില്ല. നമുക്ക് ഈ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന വില കൂടിയ ഭരണികളെക്കാളും നല്ല ക്വാളിറ്റിയാണ്. കൊടുക്കാനോ അല്ലെങ്കിൽ കളയാനോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയാണ് ഉപ്പും പുളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട്. മിക്കവാറും ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കില്ല, ഇതിൻ്റെ പൊസിഷനൊക്കെ മാറും കേട്ടോ. എനിക്ക് എത്രയൊക്കെ ഇങ്ങനെ മാറ്റിയും തിരിച്ചും വെച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ വരത്തില്ല. അവസാനം കുറേ തവണ മാറ്റിയും തിരിച്ചും ഒക്കെ വെച്ച് എൻ്റെ ഒരു കൺവീനിയൻസിന് ആകുമ്പോഴാണ് ആ കിച്ചണിൽ ആ ഒരു രീതിയിൽ ഞാനത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ പുതിയൊരാളും കൂടി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിക്കാം. ഞാൻ എന്തെങ്കിലും ലിങ്ക് കൊടുത്തേക്കാം. ടാഗ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ടാഗും കൂടെ ചെയ്തേക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ചുരിദാർ ഓർമ്മയുണ്ടോ? ഈ ഒരു ടോപ്പ് ഞാൻ മീഷോന്ന് എടുത്തതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് മീഷോയിലെ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റില്ല, ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ടാഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മീഷോയിലും ഫ്ലിപ്കാർട്ടിലെയും റേറ്റ് ഏകദേശം സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഓഫർ പോകുന്ന സമയത്താണ് ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താൽ പെട്ടെന്ന് സാധനം കിട്ടത്തില്ല. കുറേ ലേറ്റായിട്ട് മിക്ക സാധനങ്ങൾ റിട്ടേൺ ചെയ്ത് വിടാറാണ് ഉള്ളത് അവർ. അപ്പം മീഷോ ആകുമ്പോൾ കറക്റ്റായിട്ട് കൊണ്ട് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീഷോന്ന് എല്ലാ സാധനങ്ങളും എടുക്കുന്നത്. പിന്നെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഞങ്ങളൊന്ന് ക്ഷേത്രത്തിൽ പോയതാണ്. ഇന്ന് പൗർണമി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തൊരു യാത്രയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് ഹസ്ബൻഡ് തന്നെ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന വിനോദം രാത്രി കാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ കുറേ നേരം ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല കാറ്റും നല്ല തണുപ്പാണ്. നമ്മുടെ ഈ ഒരു കായലിൻ്റെ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കാറ്റുണ്ടല്ലോ, തണുത്ത കാറ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചെടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിങ്ങനെ കുറേ നേരം ഇരിക്കാറുണ്ട്. ആമിക്കിപ്പോൾ എക്സാം ആയതുകൊണ്ട് കുറേ നേരമൊന്നും ഇരിക്കില്ല, എന്നാലും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ വന്നിരിക്കും. ഇവിടെ വളരെ ചൂട് പിടിച്ച ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഹസ്ബൻഡും മോളും കൂടി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാറുണ്ട്. ചില സമയത്ത് മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് കാമായിട്ടിരിക്കും. ആമി ഇവിടെ വന്ന് കളിക്കാറുണ്ട്. ഹസ്ബൻഡും മോളും കൂടി ഇവിടെ വന്നിരുന്നിട്ട് കുറേ നേരം ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് ടെറസിൻ്റെ മേലെ. പിന്നെ ഞാനാണെങ്കിൽ ആകാശത്തുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് പിടിക്കുന്നതാണ്. അപ്പോൾ നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കി. അപ്പോൾ ഇത്രയ്ക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. നല്ല ഇരുട്ടല്ലേ, അപ്പോൾ എൻ്റെ ഫോണിൽ മാക്സിമം കിട്ടുന്ന രീതിയിൽ ഞാൻ എടുത്ത് നോക്കിയതാണ്. അപ്പം എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുപ്പാണ് മെയിൻ ജോലി. അല്ലെങ്കിലും ഞാൻ എപ്പോഴും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിനെ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് ക്ലാരിറ്റി കിട്ടുന്നില്ല. അപ്പോൾ ഈ മൂണിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ സംഭവങ്ങൾ.
പിന്നെ ഇത് ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾ ഒന്ന് പുറത്ത് പോയി. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആമിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ദിവസമാണ്. അപ്പോൾ പോകുന്ന ദിവസം നോക്കിയപ്പം അന്ന് ഈസ്റ്റർ ആയിരുന്നു. അപ്പോൾ അന്ന് അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ചർച്ചിലെ പ്രോഗ്രാമാണ് കണ്ടത്. റോഡ് സൈഡിൽ നടത്തിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. പിന്നെ വരുന്ന വഴിയിൽ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ ICFൽ ഒന്ന് കയറി. അപ്പം നിങ്ങളോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് മുന്നേ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരു 20 വർഷം മുന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് മാറിയത് കേട്ടോ. അവർ ഈ പഠിച്ചതൊക്കെ ICF സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവഴി വരുമ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരും. ഇപ്പോൾ ഹസ്ബൻഡിന് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ഇതുവഴി വരുവാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് ക്ഷേത്രത്തിൽ കയറിയായിരുന്നു കേട്ടോ, ആമയും കൊണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞെടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇത് ഈസ്റ്ററിൻ്റെ അന്ന് എടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം കാണിച്ചത് അതിന് മുന്നേ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഈ ഡ്രസ്സ് നല്ലതായിട്ട് കഴുകിയിട്ടേ ഇടുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ ഇട്ടതാണ് കേട്ടോ. 2-3 തവണ ഇട്ടു. റയോൺ മെറ്റീരിയലാണ്, നല്ല സുഖമാണ് ഈ ചൂടത്തിടാനായിട്ട്. പിന്നെ നമ്മളിങ്ങനെ ഹസ്ബൻഡിൻ്റെ പഴയ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ICF സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഹസ്ബൻഡും മോളും കൂടി ഇങ്ങനെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 96 സിനിമയില്ല, അതാണ് ഓർമ്മ വന്നത്. തൃഷയുടെയും വിജയ് സേതുപതിയുടെയും സിനിമയില്ല, അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അവർ കളിച്ച് ഇവിടെ വന്ന് ഇരിക്കാറുള്ളതും. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര സ്പോർട്സ്മാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സ്പോർട്സ് ഐറ്റംസിലൊക്കെ ചേർന്ന് ട്രോഫിയൊക്കെ കുറേ വാരിക്കൂട്ടിയിട്ടുള്ള ഒരാളാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തു എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഒരു റൗണ്ട് ഒന്ന് അടിച്ചിട്ട് വരാം, ഗ്രൗണ്ട് ഫുള്ളായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ആമിയെ കൊണ്ട് പോവാണ്. പിന്നെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ശിവാജി സിനിമയുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സീനാണ്. അപ്പോൾ ഈ ICF സ്കൂളിൻ്റെ ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് സിനിമ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, തമിഴ് സിനിമ. അപ്പോൾ എന്നോട് എപ്പോഴും ആ സിനിമ കാണുമ്പോഴൊക്കെ പറഞ്ഞു തരാറുണ്ട് കേട്ടോ, രജനീകാന്തിൻ്റെ ശിവാജി സിനിമയുടെ കാര്യം. അതുപോലെ തന്നെ നമ്മൾ വരുന്ന വഴിയിൽ ICFൻ്റെ ക്വാർട്ടേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ സ്ഥലത്തും ഒരുപാട് സിനിമ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു സിനിമയായിരുന്നല്ലേ യൂത്ത് എന്ന് പറയുന്ന സിനിമ, അതും ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഹസ്ബൻഡാണ് പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഇവിടുത്തെ ക്വാർട്ടേഴ്സിൻ്റെ പോർഷനിൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ എപ്പോഴെങ്കിലും ആ വഴി പോകുമ്പോഴത്തേക്കും കാണിച്ചു തരാമേ. അപ്പം എനിക്കാണെങ്കിലും നടക്കാൻ നല്ല മടിയാണ്. ഒന്നാമത്തെ കാര്യം നല്ല വെയിൽ, അതിൻ്റെ കൂടെ നടക്കാൻ പറ്റില്ല എനിക്ക് വെയിലത്ത്. അപ്പം ഞാൻ ഓർത്തു ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാം, അവരോട് പോയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വലിയ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പോൾ അവർ മൊത്തം ഒരു റൗണ്ട് അടിച്ചിട്ട് തിരികെ വരുവാണ് ചെയ്തത്. അപ്പോൾ അവരൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുകയാണ് നിങ്ങളോട്. എൻ്റെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്, ഫുൾ ഇതെൻ്റെ സ്കൂൾ സ്റ്റേഡിയമാണ്. സോ 30 വർഷം നേരെയായി. വീണ്ടും ഇവിടെ 30 വർഷം കഴിഞ്ഞിട്ട് ഇന്നാണ് പറഞ്ഞത് എൻ്റെ മോളിനെ കൊണ്ടുവന്നിട്ട്. സോ വെരി പ്രൗഡ് ഓഫ് ഐ ആം. പണ്ട് ഇവിടെ ഈ ട്രാക്കിൽ ഓടാൻ നേരത്ത് എനിക്ക് നേരെ ഓരോരു സ്ഥലം പോകാൻ നേരത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ അന്ന് ഫ്രണ്ട്സിനോട് സംസാരിച്ചത്, ഇവിടെ ട്രാക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, അതെല്ലാം ഓർമ്മ വന്നു. സോ വെരി ഹാപ്പി. ഐ എം ICF സ്റ്റുഡൻറ്റ്. 2004 10th കഴിഞ്ഞു, 2007 +2. താങ്ക് യു. പിന്നെ ഹസ്ബൻഡ് പഠിച്ച സ്കൂൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എന്നോട് പറഞ്ഞതാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വ്ളോഗിൽ ഞാൻ ഈ ഒരു സ്ഥലമൊക്കെ കാണിക്കുന്നത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ സ്കൂളൊക്കെ കുറേ മാറ്റമൊക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേറെ ഏതോ ബിൽഡിങ്ങിലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഹസ്ബൻഡ് LKG തൊട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചത്. +2 വരെയും ഇവിടെയാണ് പഠിച്ചത്. 10th കഴിഞ്ഞ സമയത്താണ് ഹസ്ബൻഡ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയ വീഡിയോ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.